ഇതുപോലെയാ നീ അന്ന് മിഥുനെ ഉപേക്ഷിച്ചു പോയത്. ഇപ്പോ ചക്കിയെ ഉപേക്ഷിച്ചു പോയി. അന്ന് പോയത് മിഥുന് വേണ്ടിയാണ്, ഇന്ന് പോയത് ചക്കയ്ക്ക് വേണ്ടിയാണല്ലേ? നിന്റെ നാടകം വിശ്വസിക്കണമെന്നാണോ? മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കുന്നത് മേഘനയ്ക്കൊരു പുതിയ കാര്യം അല്ലല്ലോ മഞ്ജരി. തെറ്റുകൾക്ക് മീതെ തെറ്റുകൾ ചെയ്യും, എന്നിട്ടോ ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് നടക്കും. എന്റെ ചേച്ചി അങ്ങനെ ഒരാളല്ല. അന്നും ഇന്നും എല്ലാം എന്റെ ചേച്ചി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണാവോ ആ സത്യം? നിന്റെ ചേച്ചിക്ക് ഒരു മനുഷ്യനോട് യാതൊരു സ്നേഹവും ഇല്ല, ആരുടെ ജീവനും വില കൽപ്പിക്കുകയില്ല. അവളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാറില്ല. ഏട്ടത്തി ഒരു സ്വാർത്ഥയായിരുന്നെങ്കിലേ ഒരിക്കലും ആ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു, തിരിച്ചിവിടേക്ക് വരെയില്ലായിരുന്നു. അതായിരുന്നു എല്ലാവർക്കും നല്ലത്. സ്വയം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയതല്ലേ, പിന്നെ എന്തിനാണാവോ തിരിച്ചു വന്നത്? എന്റെ ജീവിതത്തിൽ ഇനി നശിപ്പിക്കാനായിട്ട് എന്താ ബാക്കിയുള്ളത്? ഓൾറെഡി ഞാൻ പറഞ്ഞതാ, നീ എന്നോട് ചെയ്ത ചതി എനിക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്ന്. ഇനിയും നീ അത് ആവർത്തിക്കരുത്. ചക്കിമോൾ ഒരു ചെറിയ കുട്ടിയാ, എന്നോട് ചെയ്ത പോലെ അതിനോട് ചെയ്യരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മിഥുനേട്ടാ, ദയവ് ചെയ്തെന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിച്ചത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ വീണ്ടും വീണ്ടും എന്നെ ചതിച്ചോണ്ടിരിക്കുക. നീ പറയുന്നതിൽ സത്യവും കള്ളമൊക്കെ തിരിച്ചറിയാൻ പറ്റാതാ എനിക്ക്. നിനക്കൊരു മാറ്റവും ഇല്ല. നീ കാരണം വീണ്ടും വീണ്ടും ഞാൻ വേദനിച്ചോണ്ടിരിക്കുക. നീ ഒന്ന് സമാധാനിക്കുമ്പോൾ കൺട്രോൾ യുവേഴ്സ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ട ഡാഡ്? അവൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് കാണിച്ചാ പോരെ? ആ പാവ ഇങ്ങനെ ചെയ്തേ? മിഥുനേട്ടൻ എന്റെ ഭർത്താവാണെന്നത് പോലെ ചക്കി എനിക്ക് എന്റെ മകളാണ്. നിങ്ങളെ ഇല്ലാതാക്കേണ്ട കാര്യം എനിക്ക് എന്താ? ഭർത്താവും മകളും ആണെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അത് നിന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കണ്ടേ. ഇത് നീ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ. നിന്നെ വിശ്വസിച്ച ഓരോ തവണയും നീ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. നിനക്കെപ്പോഴും നിന്റെ കാര്യങ്ങൾ മാത്രം വലുത്. നമുക്കെല്ലാവർക്കും വേണ്ടി നഷ്ടങ്ങൾ സഹിച്ചതും കഷ്ടപ്പെട്ടതും ഇവിടെ നിന്നും മാറി നിന്നതും മേഘനയല്ലേ? അവളുടെ ത്യാഗങ്ങളെ നീ സ്വാർത്ഥതാന്ന് പറയുന്നത്. നിർത്തി ഡാഡ്. ഡാഡും മോമും കൂടി എവിടെ എങ്ങനെ ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നേ? അവള് ചെയ്തതെല്ലാം നല്ലതല്ല, അതിന്റെ നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുമുണ്ട്. ഞാൻ ചിക്കുവിന്റെ മേലെ സത്യമായിട്ട് പറയാം മിഥുനേട്ടാ, ഞാൻ ചക്കിയുടെ നല്ലതിന് വേണ്ടി മാത്രം പുറത്തേക്ക് പോയത്. ഓ, അങ്ങനെയാണോ? എന്നിട്ട് ചക്കയ്ക്ക് എന്ത് നന്മയാണോ വന്നത്? ഈ സമയം കൊണ്ട് അവളുടെ പനിയെല്ലാം മാറി വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കേണ്ട കുട്ടി അവള്. നീ കാരണം പൈസയിലെ കിടക്കുന്നേ. അതെങ്ങനെയാ? ചക്കി നിന്റെ സ്വന്തം മോളല്ലല്ലോ അല്ലേ? പകരം ചിക്കു ആയിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എനിക്ക് ചിക്കുവും ചക്കിയും തമ്മിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. രണ്ടുപേരും എനിക്ക് എന്റെ കണ്ണുകൾ പോരാ. ഇപ്പൊ അതിലൊരു കണ്ണിനെയാണല്ലോ നീ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കുന്നേ. സ്വന്തം മകനോടുള്ള സ്നേഹം
ചക്കയോട് വേണ്ടെന്നുള്ള കാര്യം നീ തെളിയിച്ചു കഴിഞ്ഞു. ഒരിക്കലല്ല മിഥുനേട്ടാ, ഞാൻ ഇതുവരെ ചിക്കുവിനൊക്കെ കൂടുതൽ സ്നേഹവും കരുതലും കൊടുത്തിട്ടുള്ളത്. Enough! നിന്റെ കള്ളക്കഥകളൊന്നും എന്നോട് വേണ്ട. എല്ലാവരും എന്താ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നേ? നിങ്ങൾ ഇങ്ങനെ പേഷ്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോയി സംസാരിക്കണം. സോറി സിസ്റ്റർ. വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല മിഥുനേട്ടാ. എനിക്ക് ചക്കയെ കണ്ടേ പറ്റൂ. ഇനി നിന്റെ നിഴല് പോലും ചക്കയുടെ മേൽ വീഴാൻ പാടില്ല. ഔട്ട്! നീ എന്താ മിഥുനി പറയുന്നേ? ചക്കയെ നോക്കേണ്ടത് അവളല്ലേ? പ്ലീസ് ഡാഡ്, ഇനി ഇതിൽ നിങ്ങൾ ആരും തലയിടരുത്. ഞാൻ ചക്കയുടെ അടുത്തുനിന്ന് എങ്ങോട്ടേക്കും പോവില്ല മിഥുനേട്ടാ. എന്ത് വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. എടാ വിവേകേ, ഇവളോട് മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറ. അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. ഇതൊരു ഹോസ്പിറ്റലാണെന്ന് പോലും ഞാൻ മറന്നുപോകും. നിങ്ങളോടല്ലേ സാർ പറഞ്ഞത്? മാഡം, നിങ്ങൾ കാരണം മറ്റുള്ള പേഷ്യൻസിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. പറയുന്നതൊന്നും മനസ്സിലാക്ക്. മിഥുൻ, ഒന്നും ഉണ്ടാവില്ല. നീ ഇങ്ങോട്ട് ഇരിക്കുക. കുട്ടിക്ക് ബ്ലഡിന്റെ കുറവുണ്ട്. വേഗം അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യേ. പെട്ടെന്ന് വേണം. സോറി സർ, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്കിപ്പോ സ്റ്റോക്കില്ലല്ലോ. വാട്ട്? അതൊക്കെ നേരത്തെ നോക്കണ്ടേ? ഇപ്പോഴാണ് പറയുന്നത്? അത് പിന്നെ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണ് സർ. റെയർ ഗ്രൂപ്പ് ആണല്ലോ, നമുക്കത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല. ഡോക്ടർ വരട്ടെ, ഞാൻ പറയാം. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണ്. അതേ ബ്ലഡാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ? എന്റേത് ആ ഗ്രൂപ്പ് അല്ല ഡോക്ടർ. എന്റെ ഗ്രൂപ്പ് അതല്ല ഡോക്ടർ. അതെന്താ? നിങ്ങൾ ആരും ഈ കുട്ടിയുടെ പേരൻസ് അല്ലേ? അല്ല ഡോക്ടർ, ചക്കയെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തതാണ്. കുട്ടിയുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ആയിരുന്നേനെ.
മണിക്കൂറിനുള്ളിൽ കിട്ടിയേ പറ്റുള്ളൂ. ഷോ ഡോക്ടർ, പെട്ടെന്ന് എത്തിക്കാം. എടാ വിവേകെ, നീ വേറെ ഹോസ്പിറ്റലിൽ വിളിക്കേ, ഞാൻ ബ്ലഡ് ബാങ്കിൽ മിഥുൻ, ഞാനും പ്രിയമതാന്റിയും പുറത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. വാ ആന്റി. ചാരു, നീയും വലിയച്ഛനും ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വാ വിവേക്. എങ്ങനെങ്കിലും ആ ബ്ലഡ് നീ തന്നെ അറേഞ്ച് ചെയ്യണം മഞ്ജരി. എന്നാ പിന്നെ മിഥുന്റെ മുമ്പിൽ നിനക്ക് കുറച്ചധികം വില കിട്ടും. ആ മേഘന പിന്നെയും ഡൗൺ ആവണം. ഓൾറെഡി നമ്മളെ മിഥുന്റെ മുന്നില് മേഘനയുടെ വില ചവിട്ടിക്കുറച്ചല്ലോ ആന്റി. ഇനി ബ്ലഡ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാ മിഥുൻ എന്നോടുള്ള ഇംപ്രഷൻ കൂടുന്നുള്ള കാര്യം ഉറപ്പാ. മേഘനയുടെ മുഖം തന്നെ കാണാൻ മടിച്ച് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടോളൂ. ഇന്നത്തെ ദിവസം എന്തായാലും നിനക്ക് ശുക്രൻ തെളിഞ്ഞു നിൽക്കാൻ തോന്നും മഞ്ജരി. ഭാഗ്യം പോലെ ചക്കിക്ക് പനി പിടിച്ചു. മീറ്റിംഗിന്റെ പേരില് മിഥുൻ അവിടെ നിൽക്കാണ്ട് ഓഫീസിലേക്ക് പോയി. ഭാസ്കറിന്റെ ഫോൺ വന്നതുകൊണ്ട് മേഘനയും അവിടെ നിന്ന് പുറത്തുപോയി. ഞാനാണെങ്കിൽ ബുദ്ധിപൂർവ്വം ചാരുവിനെ അവിടെ നിന്ന് മാറ്റി. അങ്ങനെ ചക്കിക്ക് സീരിയസ് ആയി. ഇപ്പൊ നോക്ക്, അവക്ക് ബ്ലഡും വേണം. കണ്ടിട്ട് നിന്റെ സമയം തെളിഞ്ഞു നിൽക്കുകയാണല്ലോ. മേഘന എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നീ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാ മിഥുന്റെ റൂമിൽ നിനക്കുള്ള ബെഡ് ഇതോടെ കൺഫേം ആവും. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണ്. അതേ ബ്ലഡാണ് ഇവിടെ വേണ്ടത്. എന്റേത് ആ ഗ്രൂപ്പ് അല്ല ഡോക്ടർ. കുട്ടിയുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ആയിരുന്നേനെ. നീ എന്താ കാറ് നിർത്തിയ മഞ്ജരി? നമ്മളിപ്പോ ഒരു ലോജിക്ക് മിസ് ചെയ്തിരിക്കുക ആന്റി. എന്താ അത്? ചക്കിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പാരന്റ് ആയിട്ടുള്ള ഒരാൾ മാച്ച് ചെയ്യുന്നല്ല പറഞ്ഞത്. അതെ, പക്ഷേ മിഥുന്റെ ബ്ലഡ് ചക്കിയായിട്ട് മാച്ച് ചെയ്തില്ലല്ലോ. മിഥുന്റേത് മാച്ച് ആയില്ലെന്ന് പറഞ്ഞ മേഘനടുത്ത് മാച്ച് ആവാതിരിക്കില്ലല്ലോ. അത് ശരിയാണല്ലോ. മിഥുന്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാത്തതുകൊണ്ട് ചക്കിയുടെ ബ്ലഡ് ഗ്രൂപ്പ് മേഘനയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാൻ സാധ്യത കൂടുതലാ. അപ്പോ നമ്മൾ എത്തുന്നതിന് മുമ്പ് മേഘന തന്നെ ചക്കിക്ക് ബ്ലഡ് കൊടുക്കുമെന്ന് തോന്നുന്നു. മിഥുന്റെ മുമ്പിൽ ചക്കിയെ രക്ഷിച്ചതിന്റെ വില അവക്ക് കിട്ടുകയും ചെയ്യും. അത് രണ്ടാമത്തെ കാര്യമല്ല ആന്റി. ചക്കിയുടെ ബ്ലഡ് ഗ്രൂപ്പ് മേഘനയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ആയി കഴിഞ്ഞാ മേഘനയുടെ സ്വന്തം മകളാണ് ചക്കിയെന്ന് എല്ലാവരും അറിയില്ലേ? അത് ശരിയാ, അങ്ങനെ ഒരു പ്രശ്നം കൂടെ മുമ്പിലുണ്ടല്ലോ. ശരിയായ പ്രശ്നം അത് മാത്രമാണ് ആന്റി. മേഘനയാണ് ചക്കിയുടെ സ്വന്തം അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഞാൻ പിന്നെ ആ വീട്ടിൽ നിന്ന് ഔട്ടാ. മിഥുൻ പിന്നെ മേഘന ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അവര് വീണ്ടും ഒന്നിക്കും. പിന്നെ എന്റെ കാര്യം കട്ടപ്പോകാം. ഇനി എന്താ ചെയ്യാ? നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. മേഘനയ്ക്ക് ചക്കിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ അറിയില്ലല്ലോ. മേഘനയ്ക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ചാരുവിനതറിയാലോ. ചക്കിയുടെ മേഘനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണെന്ന് ആരെങ്കിലും ഒരാൾ മനസ്സിലാക്കിയ ആഞ്ജനേയ സ്വാമി, ചക്കിക്ക് ഒരു കുഴപ്പം വരാതെ നോക്കണേ. അവള് പഴയതുപോലെ എന്റെ ഒപ്പം കളിക്കാൻ വരണം. അല്ല, ആഞ്ജനേയ സ്വാമിയെ വിളിച്ചാ പോരെ? സ്വാമി വിചാരിച്ച് എന്താ നടക്കാത്തത്? ഈശ്വര, ചക്കിയും ചിക്കും എനിക്ക് ഒരുപോലെ തന്നെ. അവൾ എന്റെ സ്വന്തം മോളാണ്. അവളെ ഒറ്റയ്ക്കാക്കി പോയത് ഞാൻ ചെയ്ത തെറ്റാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? ചക്കിക്ക് എന്തെങ്കിലും സംഭവിച്ച പിതൃടൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. അദ്ദേഹം മാത്രല്ല, അച്ഛനും അമ്മയും ചെറിയമ്മയും ആ വീട്ടിലുള്ള ആരും എന്നോട് ക്ഷമിക്കില്ല. അങ്ങനെ സംഭവിച്ച എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റില്ല.
ചക്കിക്ക് വേണ്ടി എന്ത് പൂജ വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പകരം എന്റെ പ്രാണം വേണമെങ്കിലും ചോദിച്ചോളൂ. എങ്ങനെയാണ് ചക്കിയെ രക്ഷിക്കണേ ഈശ്വര. എന്റെ അശ്രദ്ധയുടെ പേരില് ആ കുഞ്ഞിന്റെ ജീവനൊരു ആപത്തും വരുത്തല്ലേ. ഇപ്പൊ തന്നെ മച്ചടിയും ചെറിയമ്മ ഇതിന്റെ പേരില് പല ഇല്ലാ കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞു. സത്യമല്ലേ വിജയിക്കേണ്ടത് സ്വാമി? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഈശ്വര? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ആഞ്ജനേയ സ്വാമി എവിടെയുള്ളത്? ചക്കിക്ക് പനി കൂടി ഇപ്പൊ ICUവിലാണ്. അതിന് കാരണം എന്റെ അമ്മയാണെന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം ഉണ്ടാക്കുക. സ്വാമി വേണം എന്റെ അമ്മയും ചക്കിയെയും രക്ഷിക്കാൻ. ഇതുവരെ വിളിക്കാതെയല്ലേ വന്നോണ്ടിരുന്നേ? ഇപ്പൊ ഞാൻ സ്വാമിയെ വിളിക്കുക. ഒന്ന് പെട്ടെന്ന് വാ സ്വാമി, പ്ലീസ്. ചക്കിയെ ഒന്ന് രക്ഷിക്കണം. ഗ്രാൻഡ്പ, എന്താ ചിക്കു മോനെ? ഞാനൊന്ന് അകത്ത് കയറി ചക്കിയെ കണ്ടോട്ടെ. ചക്കി ഇപ്പൊ ICUവിലാണ് മോനെ. അവിടെ ആരും കേട്ടില്ല. ചക്കിക്ക് വേണ്ടി ആഞ്ജനേയ സ്വാമിയുടെ സിന്ദൂരം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിന്ദൂരം തൊട്ടു കഴിഞ്ഞാൽ ചക്കിയുടെ പനിയൊക്കെ അപ്പൊ തന്നെ മാറും. പ്ലീസ് ഗ്രാൻഡ്പ, പ്ലീസ്. അകത്ത് കയറി ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാം. ചക്കിയെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യ പോലുമില്ല. ഈ സിന്ദൂരം തൊട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോളാം. ശരി, വേഗം പോയിട്ട് തിരിച്ചു വരണേ. കുട്ടി എന്താ ഇവിടെ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി? ഇതിനകത്ത് കുട്ടികൾ കയറാൻ പാടില്ല. ചക്കി എന്റെ സിസ്റ്ററാണ്. ചക്കിയുടെ പനി പെട്ടെന്ന് മാറാൻ വേണ്ടി ദൈവത്തിന്റെ പ്രസാദം തൊടിയിക്കാൻ വന്നതാ. ഇത് കൊടുത്തിട്ട് ഞാൻ പോയിക്കോളാം. ശരി, വേഗം ചെയ്തിട്ട് പോയിക്കോ. നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ചക്കി. നിന്നെ ആഞ്ജനേയ സ്വാമി രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ പനി പെട്ടെന്ന് മാറാൻ വേണ്ടി ഞാൻ ആഞ്ജനേയ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? A-. ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ്. സത്യാണ് ചാരു. അതെ അച്ഛാ, ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എനിക്ക് അറിയാം. ചേച്ചിയുടേത് A- തന്നെയാ. മോനെ, വേഗം ഇവിടെ നിന്ന് പോയിക്കോ. കുട്ടികളെ ഇതിനകത്തേക്ക് കയറ്റാൻ പാടില്ലെന്നാ. എന്റെ ചക്കിയെ നന്നായിട്ട് നോക്കണേ സിസ്റ്റർ. ശരി, പോയിക്കോളൂ. ചിക്കു, അമ്മ എവിടെ പോയി മോനെ? അമ്മ ദേ അപ്പുറത്തുള്ള അമ്പലത്തിൽ നിൽക്കുന്നുണ്ട് ചെറിയമ്മേ. ചക്കിക്ക് വേണ്ടി അമ്പലത്തിൽ വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. എന്താടാ, ബ്ലഡ് കിട്ടിയോ? ഇതുവരെ കിട്ടിയില്ല വലിയേട്ടാ. എല്ലായിടത്തും അന്വേഷിച്ചു. ആ ബ്ലഡ് ഗ്രൂപ്പ് വളരെയധികം റയറാ. ഞാനും പല സ്ഥലത്തായി ട്രൈ ചെയ്തായിരുന്നു. എവിടെയില്ലെന്നാ പറയുന്നേ. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ വലിയേട്ടാ? വേറെ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചാ അതിനുള്ള സമയവും നമുക്കില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് തന്നെ